പ്രിയ വിദ്യാർത്ഥികളെ, അമാൽഗമേഷനുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രോബ്ലം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ചോദ്യം ഇത്രയ്ക്കാണ്. അസറ്റ്സ് തന്നിട്ടുണ്ട്, ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്, എ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ബി എന്ന് പറഞ്ഞ കമ്പനിയുടെയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ കണ്ടീഷനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ എല്ലാ ഫിഗറുകളിലേക്കും ഞാൻ വായിക്കുന്നില്ല, പകരം അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ്സിലേക്ക് നമുക്ക് കിടക്കാം. A Limited acquire the business of B Limited on the following terms. A Limited will issue 62,500 equity shares of ₹10 each at a par to the equity shareholders of B Limited. എങ്ങനെയാണ് അവര് പേയ്മെന്റ് കൊടുക്കുന്നത്, പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ആയിട്ട് 62,500 ഇക്വിറ്റി ഷെയർസ് ആണ് കൊടുക്കുന്നത് at ₹10. അതുപോലെ തന്നെ A Limited will issue 2,500 preference shares of ₹100 each at par to the preference shareholders. ഇപ്പോൾ ഇവിടെ മൊത്തം 2,000 ഇക്വിറ്റി preference shareholders ആണ് ബി ലിമിറ്റഡിൽ ഉള്ളൂ. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. 100 രൂപ വെച്ച് 2 ലക്ഷം. പക്ഷെ ഇവിടെ അവര് 2,500 preference shares അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. Then അടുത്തൊരു അഡ്ജസ്റ്റ്മെന്റ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓഫ് ബി ലിമിറ്റഡ് will take over by A Limited and then converted into the equal number of 13% debentures of the same denomination. അപ്പോൾ സെയിം ഡിനോമിനേഷനിലുള്ള 13% ഡിബഞ്ചേഴ്സ് ആയിട്ട് അവർ മാറ്റാണ്. ഓൾറെഡി ഡിബഞ്ചേഴ്സ് ഉണ്ട്, അതിനവർ ടേക്ക് ഓവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദെൻ ഇനി എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത്? യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ദ അക്കൗണ്ട്സ് ഓൺ ബുക്സ് ഓഫ് ബി ലിമിറ്റഡ് ആൻഡ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് എ ലിമിറ്റഡ് ആൻഡ് ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ദ അമാൽഗമേഷൻ. ഇതിൽ ആദ്യമായിട്ട് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇക്വിറ്റി ഷെയർസ് ഇത്രയ്ക്കാണ് നമ്മുടെ പക്കലുള്ളതെന്ന് നമുക്കറിയാം. ഇഷ്യൂ ചെയ്യുന്നത് ടേക്ക് ഓവറിന്റെ ഭാഗമായിട്ട് 62,500 ആണ്. അതിന്റെ ടോട്ടൽ 6,25,000. ദെൻ പ്രിഫറൻസ് ഷെയർസ് 2,500 പ്രിഫറൻസ് ഷെയർസ് ആണ് പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതിന്റെ 2,50,000. അപ്പൊ ഇവിടെ പ്രിഫറൻസ് ഷെയറിന്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു കാര്യം ഇവിടെ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതായത് മൊത്തമുള്ള 2 ലക്ഷം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് കിട്ടുന്നത് 2,50,000 രൂപയാണ് അവർക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഒരു 50,000 രൂപ കൂടുതലായിട്ട് അവർക്ക് കിട്ടും. അവർക്കൊരു ബെനിഫിറ്റ് ആണ്. ഓക്കെ, ദെൻ ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും കൂട്ടി 8,75,000 ആണ് മൊത്തം പർച്ചേസ് കൺസിഡറേഷൻ. ഈ പ്രോബ്ലം ചെയ്യുന്ന രീതി നമുക്ക് പൊതുവെ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഭാഗമായിട്ട് എല്ലാ അസറ്റുകളും നമ്മൾ എടുത്ത് എഴുതുന്നു. ദെൻ എല്ലാ അസറ്റുകൾ എന്ന് പറയുമ്പോൾ ലാൻഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, ഇവയൊക്കെ എടുത്ത് എഴുതുന്നു. അതോടൊപ്പം തന്നെ ക്രെഡിറ്റേഴ്സ്, ലയബിലിറ്റി സൈഡിലുള്ള ഐറ്റംസ് ആണ് ക്രെഡിറ്റേഴ്സ്, ഡിബഞ്ചേഴ്സ്. ദെൻ പർച്ചേസ് കൺസിഡറേഷൻ മൊത്തം 8,75,000 രൂപ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്, അത് നമ്മൾ എടുത്തെഴുതുന്നു. അതിനുശേഷം റിയലൈസേഷൻ അക്കൗണ്ടിൽ പൊതുവെ എഴുതാറുള്ള നമ്മൾ ഡിഫറൻസ് എന്താണോ ആ ഡിഫറൻസ് ആണ് നമ്മളിവിടെ എഴുതാറ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, മറ്റുള്ള പ്രോബ്ലത്തിനെ അപേക്ഷിച്ച് ഈ പ്രോബ്ലത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു 50,000 രൂപ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു 50,000 രൂപ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ആ 50,000 രൂപ എക്സ്ട്രാ കൊടുക്കുന്നത് നമ്മളിവിടെ കാണിക്കേണ്ടതുണ്ട്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് സൈഡിൽ, ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഈ പർച്ചേസ് കൺസിഡറേഷനും പിന്നെ അതുപോലെ തന്നെ ബാലൻസിങ് ഫിഗർ എഴുതുന്നതിനേക്കാൾ മുമ്പായിട്ട് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ എഴുതാം. ഇവിടെയുള്ള 2 lakh rupees എഴുതി വയ്ക്കാം. ഓക്കെ, നേരിട്ട് നമ്മൾ റിയലൈസേഷന്റെ ക്രെഡിറ്റ് സൈഡിൽ 2 lakh എന്ന് എഴുതുന്നു. ദെൻ അവർക്ക് കൊടുക്കുന്നത് 2,50,000 rupees ആണ് അവർക്ക് കൊടുക്കുന്നത്. ആ 2,50,000 ഇവിടെ നിങ്ങൾക്ക് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് എത്രയാണോ കൊടുക്കുന്നത് അത് ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ അവർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ 2 lakhും ഡെബിറ്റ് സൈഡിൽ 2,50,000 എഴുതുന്നതിന് പകരം അതിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള തുക അവര് ഏത് സൈഡിലാണോ കൂടുതൽ ആ സൈഡിൽ ആ തുക ഡിഫറൻസ് എമൗണ്ട് 2 ലക്ഷം ക്രെഡിറ്റ് സൈഡിലും 2.5 ലക്ഷം ഡെബിറ്റ് സൈഡിലും എഴുതുന്നതിന് പകരം ആ ഡിഫറൻസ് 50,000 ആണല്ലോ നെറ്റ് എഫക്ട് ചേഞ്ച്. അപ്പൊ ആ സൈഡിൽ മാത്രം സൂചിപ്പിച്ചു. ഡെബിറ്റ് സൈഡിൽ 50,000 rupees എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി. ദെൻ പിന്നെയുള്ള പർച്ചേസ് കൺസിഡറേഷൻ എഴുതുന്നു, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എഴുതുന്നു. അങ്ങനെ റിയലൈസേഷൻ അക്കൗണ്ട് സെറ്റ് ഓഫ് ചെയ്യുന്നു. ദെൻ ടോട്ടൽ അതിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 1,98,000 ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ദെൻ എ ലിമിറ്റഡിന്റെ അക്കൗണ്ട്, ഇവിടെ എ ലിമിറ്റഡിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എ ലിമിറ്റഡിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
റിയലൈസേഷൻ ഏപ്രിൽ 1 തന്നെ ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് 6,25,000. ദെൻ റിയലൈസേഷൻ അവർക്ക് കൊടുക്കുന്നത് 8,75,000 ആണ് ഇത് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആയിട്ട് 2,50,000. അങ്ങനെ രണ്ടും കൂടിയിട്ടാണ് 8,75,000 ആയിട്ട് വരുന്നത് എ ലിമിറ്റഡിൽ. കാരണം എ ലിമിറ്റഡിൽ പ്രിഫറൻസ് ഷെയർ ഉണ്ട്, ഇക്വിറ്റി ഷെയർ ഉണ്ട്. ദാറ്റ്സ് ഓൾ. ദെൻ അടുത്തത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ട് ആണ്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു അക്കൗണ്ട് ആണ്. നമുക്കറിയാം അമാൽഗമേഷനെ സംബന്ധിച്ച് ഈ ഒരു അക്കൗണ്ട് ടാലി ആകേണ്ടതുണ്ട്. ഒരു ടാലി ആവേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം തന്നെ ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 lakh ആയിരുന്നു. ദെൻ അതിന്റെ റിസർവുകൾ, സ്റ്റാറ്റ്യൂട്ടറി റിസർവുകൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതൊക്കെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ഇക്വിറ്റി ഷെയർ ആയിട്ട് മൊത്തം 6,25,000 രൂപ. ഇപ്പൊ ഒരുപക്ഷെ നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കാം, 8,75,000 ആണല്ലോ പർച്ചേസ് കൺസിഡറേഷൻ. പക്ഷെ ഇവിടെ എന്താണ് 6,25,000 എഴുതാൻ കാരണം? അത് വേറെ ഒന്നുമല്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് 6,25,000 കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള 2,00,000 രൂപ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് പോകുള്ളൂ. ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് 6,25,000 ആണ്. ദെൻ റിയലൈസേഷന്റെ ലാഭമായിട്ടുള്ള അല്ലെങ്കിൽ റിയലൈസേഷന്റെ ഡിഫറൻസ് ആയിട്ടുള്ള 1,98,000 ഉണ്ട്. അങ്ങനെ മൊത്തം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ട് ഇങ്ങനെ 8,23,000 എന്നുള്ള രീതിയിൽ ടാലി. ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടും അതുപോലെ തന്നെ 2,50,000 ആണ് നമ്മൾ കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ അതില് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന നമുക്ക് 2,00,000 ആണ്. പിന്നെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ഒരു 50,000 രൂപ ബെനിഫിറ്റ് ആയിട്ട് പരിഗണിച്ചിട്ടുണ്ട്. കാരണം 2,00,000 ഉള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 2,50,000 ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരു 50,000 രൂപ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിച്ചു. അതിന്റെ ബാക്കി നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിലും കാണിക്കണം. ദെൻ ജേണൽ എൻട്രികൾ നമുക്കറിയാം. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ടു ലിക്വിഡേറ്റേഴ്സ് ഓഫ് ബി ലിമിറ്റഡ്, അത് നമ്മൾ ഓൾറെഡി എഴുതി. 8,75,000 ആണ്. ദെൻ ഇത് ലോൺ എന്നല്ല കേട്ടോ, സോറി, ലാൻഡ് ആണ്. ലാൻഡ് ബാലൻസ് ഷീറ്റിലുള്ള ഫിഗർ ആണ്. 5 lakh ബാലൻസ് ഷീറ്റിലുള്ള ഫിഗർ നോക്കാം. 5,50,000 ആണ് ലാൻഡിന്റെ വില. ദെൻ 4 lakh, 3,85,000 എന്നീ എമൗണ്ടുകളൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള അസറ്റുകൾക്കുള്ളത്. ആ അസറ്റുകളുടെ വിലകളെല്ലാം എഴുതുന്നു. ദെൻ അസറ്റുകൾ പൂർണ്ണമായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ദെൻ അതിന് ശേഷം ലയബിലിറ്റീസ് പൂർണ്ണമായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ലയബിലിറ്റീസ് പൂർണ്ണമായിട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം അവരുടെ ബിസിനസ് പർച്ചേസ് എന്താണെന്ന് നോക്കുന്നു. അതായത് പർച്ചേസ് കൺസിഡറേഷൻ എഴുതുന്നു. ദാറ്റ് വാസ് 8,75,000. ദെൻ അതിന്റെ ബാലൻസിംഗ് ഫിഗർ ആയിട്ടുള്ള ക്യാപിറ്റൽ റിസർവ് എഴുതുന്നു. ദെൻ അതിനുശേഷം ലിക്വിഡേറ്റേഴ്സിന് ഷെയർ ക്യാപിറ്റൽ ആയിട്ട് എത്രയ്ക്കാണ് കൊടുക്കുന്നത്, ദെൻ സെക്യൂരിറ്റീസ് പ്രീമിയം ആയിട്ട് കൊടുക്കുന്ന തുക എടുത്ത് എഴുതുന്നു. ദെൻ അതിനുശേഷം പിന്നെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന തുക ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് പോകുന്നത് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നു. ദെൻ അടുത്തതായിട്ട് അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെന്റ്സ് അക്കൗണ്ട്. ഇത് പൊതുവെ കണ്ടുവരാറുള്ള ഒരു അക്കൗണ്ട് അല്ല. എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് എമൗണ്ടുകൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യുന്നതാണ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്ന ഒരു ഐറ്റം നമുക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നു, ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരുന്നു. അപ്പൊ ആ ഒരു തുക നമുക്ക് അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പുതിയൊരു അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റിവെക്കുന്നു. അത്രയ്ക്കേ ഉള്ളൂ, ജസ്റ്റ് അതിൽ കാണിക്കുന്നു. ദെൻ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദെൻ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്നിവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് സെക്യൂരിറ്റീസ് പ്രീമിയം അല്ല, സോറി, ഇത് പ്രിഫറൻസ് ഷെയർ ആണ് കേട്ടോ. നമുക്കറിയാലോ, രണ്ട് രീതിയിലാണ് അവർക്ക് പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തത്. ഒന്ന് ഇക്വിറ്റി ഷെയർ ആയിട്ട് 6,25,000, പ്രിഫറൻസ് ഷെയർ ആയിട്ട് 2,40,000. ഇവിടെ പക്ഷേ സെക്യൂരിറ്റീസ് പ്രീമിയം എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. പ്രിഫറൻസ് ഷെയർ ആണ്. ഓക്കെ. ദെൻ അടുത്തതിലേക്ക് നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ കാര്യത്തിലേക്ക് വരാം. ബാലൻസ് ഷീറ്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ ടോട്ടൽ ഉള്ള ഇക്വിറ്റി ഷെയർസ് എത്രയാണോ അത് എഴുതുന്നു. ഓൾറെഡി ഉണ്ടായിരുന്നു, കമ്പനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഇക്വിറ്റി ഷെയർസ് എത്രയാണോ ജസ്റ്റ് ബാലൻസ് ഷീറ്റ് നോക്കാം. ചോദ്യത്തിലുണ്ടായിരുന്നത് 22,50,000 ആണ് ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം ഇപ്പൊ 62,500 കൂടി കിട്ടുന്നുണ്ട്. ദെൻ അത് രണ്ടും കൂടി കൂട്ടി ഏകദേശം 28 ലക്ഷത്തിൽ പരം എമൗണ്ടിലേക്ക് എത്തും. ദെൻ പ്രിഫറൻസ് ഷെയർ ഓൾറെഡി ഉണ്ടായിരുന്ന എത്രയാണോ അതിനോടൊപ്പം തന്നെ ഓൾറെഡി പ്രിഫറൻസ് ഷെയർ ഉണ്ടായിരുന്നില്ല, പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യാണ് ലിമിറ്റഡ്. അപ്പൊ അത് 2,50,000 രൂപയുടെയാണ് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തത്. അപ്പൊ അതെല്ലാം ബാലൻസ് ഷീറ്റിൽ എഴുതുന്നു. ദെൻ അതിനുശേഷം ക്യാപിറ്റൽ റിസർവ് എന്താണോ അത് എഴുതുന്നു. ദെൻ ക്യാപിറ്റൽ റിസർവ് നമുക്ക് ഓൾറെഡി ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ റിസർവ് എത്രയൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദെൻ അതിനുശേഷം
ജനറൽ റിസർവ് ഓൾറെഡി ഉണ്ടായിരുന്നു. ദെൻ സ്റ്റാറ്റ്യൂട്ടറി റിസർവിന്റെ കാര്യങ്ങൾ എഴുതുന്നു. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ 13% ഡിബഞ്ചേഴ്സ്. ഇത് അങ്ങനെ തന്നെ ജസ്റ്റ് എടുത്ത് എഴുതേണ്ടതേ ഉള്ളൂ, കാരണം ഈക്വൽ എമൗണ്ട് തന്നെ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വലിയ കോംപ്ലിക്കേഷൻ ഇല്ല, കാരണം അഡ്ജസ്റ്റ്മെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ലിമിറ്റഡ് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം സെയിം എമൗണ്ട് കൊണ്ട് തന്നെയാണ് ടേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പൊ യാതൊരു കോംപ്ലിക്കേഷൻ ഇല്ല. പെർസെന്റേജ് മാത്രം ഒന്ന് മാറ്റിയിടേണ്ട ആവശ്യമുള്ളൂ. അതായത് പഴയ ബാലൻസ് ഷീറ്റിൽ 10% ഡിബഞ്ചേഴ്സ് ആണ് എടുത്തിരുന്നത്. അപ്പൊ പുതിയ ബാലൻസ് ഷീറ്റിലാകുമ്പോൾ അത് 13% ഡിബഞ്ചേഴ്സ് കാണിക്കും. സെയിം എമൗണ്ട് 60,000 ആണ് അവിടെ, ഇവിടെയും 60,000 തന്നെയാണ് എമൗണ്ടിൽ വ്യത്യാസം. ദെൻ സൺഡേ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ടും ഇവിടെ എഴുതുന്നു. ദെൻ ലാൻഡ്, പ്ലാന്റ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബാങ്ക്, ഇതെല്ലാം അമാൽഗമേറ്റ് ചെയ്ത് എഴുതുന്നു. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്, അതൊരു സസ്പെൻസ് അക്കൗണ്ട് പോലുള്ള ഒരു അക്കൗണ്ട് ആണ്. പൊതുവെ എല്ലാത്തിലും വരുന്ന ഒരു കാര്യമല്ല, എക്സ്ട്രാ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതിൽ എല്ലാ പ്രോബ്ലത്തിലും ഇല്ല. അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് അത് കാണിക്കേണ്ടത്. അതൊരു ഇൻഫർമേഷൻ ആയിട്ട് മനസ്സിലാക്കി വെക്കും. ഓട്ടോമാറ്റിക്കലി ഇത് ടാലി ആവുന്നതാണ്. ഇത്രയൊക്കെയാണ് ഈ പ്രോബ്ലത്തിൽ മെയിൻ ആയിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളൂ.